ഹായ്, നമ്മൾ കോംപ്ലക്സ് അനാലിസിസിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെക്ഷൻ 1.6 ആണ്. 1.6 ഒരു ടോപ്പിക്ക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ടോപ്പിക്കിന് 1.6 പേര് ആപ്ലിക്കേഷൻസ് എന്നാണ്. അതിൽ ക്വാഡ്രാറ്റിക് ഫോർമുല മാത്രം നമുക്ക് സിലബസിലുള്ളൂ, പഠിച്ചാൽ മതി. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണെന്ന് നമുക്കറിയാം ഓൾറെഡി. നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്യുന്ന പോലെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതിക്കുന്ന ax² + bx + c = 0, ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കാറുണ്ട്. എങ്ങനെ? x = -b ± √(b² - 4ac/2a). അപ്പോൾ നമ്മൾ റിയൽ പോളിനോമിയൽസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എയും ബിയും സി എന്ന് വെച്ചാൽ ഏതെങ്കിലും റിയൽ നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഇക്വേഷൻ 2x² + 3x + 1 = 0. ഈ ടൈപ്പ് ഇവിടെ നോക്കി, ഇവിടെ 2 ആയാലും 3 ആയാലും 1 ആയാലും ശരിയല്ല, എന്താണ്? റിയൽ നമ്പേഴ്സാണ്. പിന്നെ നമ്മൾ √(b² - 4ac) കണ്ടുപിടിക്കും. √(b² - 4ac) കണ്ടുപിടിക്കുമ്പം ഇത് > 0 ആണെങ്കിൽ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് കിട്ടും. അത് 0, b² - 4ac 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിപ്പീറ്റഡ് റൂട്ട്സ് കിട്ടും. പിന്നെ b² - 4ac <0 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് നമുക്ക് കിട്ടുമായിരുന്നു, അല്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് കണ്ടുപിടിക്കുന്ന ഈ പ്രൊസീജിയർ നമ്മുടെ കോംപ്ലക്സ് അനാലിസിസിലും അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിലും ട്രൂ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എയും ബിയും സിയും റിയൽ നമ്പർ ആകുമ്പോൾ മാത്രമല്ല, എയും ബിയും സിയും എന്താകുമ്പോൾ? കോംപ്ലക്സ് നമ്പർ ആകുമ്പോഴും, ഓക്കെ, കോംപ്ലക്സ് നമ്പർ ആകുമ്പോഴും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ പൊതുവെ എഴുതുന്ന az² + bz + c = 0 എന്നേ നമ്മൾ എഴുതാറുള്ളൂ. അപ്പോൾ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്ത് വരും? z = -b ± ഈ കോംപ്ലക്സ് ആയതുകൊണ്ട് √ഓഫ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ b² - 4ac റൈസ് ടു എന്തെഴുതും? 1/2 എന്നായിരിക്കും നമ്മൾ ഈ നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, /2a. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് z = -b ± b² - 4ac റൈസ് ടു 1/2 /2a. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കണക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ z² + 1 - iz - 3i = 0. അപ്പം നമുക്കറിയാം, അപ്പോൾ ഇവിടെ a എത്രയായിരിക്കും? z² കോഷ്യൻ്റാണ് a is 1. b എത്രയാണ്? 1 - i, z കോഷ്യൻ്റ്. c കോൺസ്റ്റൻറ്റ്, അത് എത്രയാണ്? -3i. സോ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യും. അപ്പോൾ z = നമ്മൾ -b ± b² - 4ac റൈസ് ടു 1/2 /2 എന്നുള്ളത് എഴുതും. അതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ആ 1/2 വരുന്ന ആ റൂട്ടിന് കണ്ടുപിടിക്കേണ്ട ആ ഭാഗം മാത്രം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. ഏത്? 1 - i² - 4 × -3i മാത്രം സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് ഇത് കിട്ടും. -1 + i, മിച്ചം നമുക്ക് കിട്ടുന്ന -1 + i 10i റൈസ് ടു 1/2 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിൽ നമുക്കൊരു എക്സ്ട്രാ പരിപാടി ചെയ്യാനുണ്ട്. ഏതാ? ഈ 10i റൈസ് ടു 1/2 നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. 10i റൈസ് ടു 1/2 അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്? 10i റൈസ് ടു 1/2 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അത് ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 10i നമ്മൾ ആദ്യം എന്തെഴുതും? നമ്മൾ ആ പോളാർ ഫോമിൽ എഴുതും. അപ്പോൾ നമ്മൾക്ക് എന്തെഴുതും? 10e റൈസ് ടു i π/2 എന്ന് എഴുതും. അതിന് നമുക്ക് 10 cos π/2 + i sin π/2 എന്ന് എഴുതും. ഇനി നമ്മൾ ഡയറക്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്യും, നമ്മൾ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 10i റൈസ് ടു 1/2 അപ്പോൾ എന്ത് വരും? 10 റൈസ് ടു 1/2 cos π/2 + 2k π/2 + i sin π/2 + 2k π/2. ഇവിടെ 2 വരാനുള്ള റീസൺ നിങ്ങൾക്കറിയാം, കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 2 വരാനുള്ള റീസൺ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? kക്ക് 0, 1 എന്നുള്ള രണ്ട് വാല്യൂ ആണ് കൊടുത്തത്. കാരണം നമുക്ക് 2 റൂട്ടല്ലേ വരത്തുള്ളൂ. നമ്മൾ റൈസ് ടു 1/2 അല്ല കണ്ടുപിടിക്കുന്നത്. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 റൂട്ട് കിട്ടും, 4th റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4 റൂട്ട് കിട്ടും എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? kക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ √10 cos π/4 + i sin π/4 കിട്ടും. പിന്നെ നമുക്കറിയാം cos π/4 sin π/4 വില എത്രയാണ്? 1/√2 എന്നാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് റൂട്ട് കിട്ടും. എത്ര? √5 + i√5 എന്ന് കിട്ടും. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? kക്ക് 1 കൊടുക്കും. kക്ക് 1 കൊടുത്തിട്ട്, അല്ലേ, നമ്മളിത് ഇവിടെ kക്ക് 1 കൊടുക്കും. ഇവിടെ
ഇവിടെ നമ്മൾ കേക്ക് 1 കൊടുക്കും. ഇവിടെ നമ്മൾ കേക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് √10 cos 5π/4 പ്ലസ് i sin 5π/4 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -√5 - i√5 അങ്ങനെ നമുക്ക് 2 റൂട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പുസ്തകത്തിൽ ചെയ്തിരിക്കുന്ന √5 പ്ലസ് √5i ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ -√5 -√5 കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് 2 റൂട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളായി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് Z1 എന്ന് പറയുന്നത് ഫസ്റ്റ് റൂട്ട് കൊടുക്കുന്നു, Z2 എന്നുള്ളത് രണ്ടാമത് കൊടുക്കുന്നു. കണ്ടോ, Z1 കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഇവിടെ √5 പ്ലസ് √5i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Z2 കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് -√5 -√5i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇത് രണ്ടുമാണ് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഇത് രണ്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ.